ആദ്യം തോക്കുകൾ വെള്ളത്തിൽ മുക്കി, പിന്നെ മണലിൽ ഉരച്ചു. മിക്ക തോക്കുകളും ജാമായി, അല്ലെങ്കിൽ അവയുടെ ഉണ്ടകൾ പുറത്തു വന്നില്ല. പക്ഷേ ഒരൊറ്റ തോക്ക് മാത്രം ഒരു തകരാറുമില്ലാതെ പ്രവർത്തിച്ചു. അതായിരുന്നു ലോകപ്രശസ്തമായ റൈഫിൾ AK-47. ഈ തോക്ക് നിർമ്മിച്ച വ്യക്തിയാണ് കലാഷ്നിക്കോവ്. അദ്ദേഹം ഒരു ടാങ്ക് ഡ്രൈവറായിരുന്നു. ഒരു യുദ്ധത്തിൽ അദ്ദേഹത്തിന്റെ ടാങ്കിന് വെടിയേൽക്കുകയും കൈക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ആശുപത്രിയിലേക്കുള്ള യാത്രാമധ്യേ പട്ടാളക്കാരുടെ തോക്കുകൾ ശരിയായി പ്രവർത്തിക്കുന്നില്ലെന്ന് അദ്ദേഹം കണ്ടു. വെള്ളത്തിൽ മാഗസിനുകൾക്ക് തകരാറുണ്ടാകുന്നു, തണുപ്പിൽ സ്പ്രിങ്ങുകൾ ഉറഞ്ഞുപോകുന്നു. അത്തരം തോക്കുകൾക്ക് ജീവൻ നഷ്ടപ്പെടുത്താൻ കഴിയുമെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അത് അദ്ദേഹത്തിന് സ്വന്തമായി ഒരു തോക്കുണ്ടാക്കാനുള്ള ആശയം നൽകി. സുഖം പ്രാപിച്ച ശേഷം അദ്ദേഹം തന്റെ പഴയ മെഷീൻ വർക്ക്ഷോപ്പിലേക്ക് മടങ്ങിപ്പോയി ഒരു പുതിയ തോക്ക് നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് യന്ത്രങ്ങളെക്കുറിച്ച് നന്നായി അറിയാമായിരുന്നതുകൊണ്ട് അവർ അദ്ദേഹത്തിന് ഒരു ചെറിയ മുറി നൽകി. വെറും 3 ദിവസത്തിനുള്ളിൽ അദ്ദേഹം ആദ്യത്തെ AK-47 രൂപകൽപ്പന ചെയ്തു. അദ്ദേഹത്തിന്റെ കൈ പൂർണ്ണമായി സുഖം പ്രാപിച്ചിട്ടില്ലാത്തതിനാൽ ചില തൊഴിലാളികളുടെ സഹായം തേടി. അവർ ഒരുമിച്ച് ആദ്യത്തെ AK-47 ഉണ്ടാക്കി. അതിനുശേഷം പരീക്ഷണത്തിനുള്ള സമയമായി. ഒരു തൊഴിലാളി തോക്കെടുത്ത് ട്രിഗർ വലിച്ചു. വെടിയുണ്ട നേരെ തുളച്ചു കയറി. അദ്ദേഹം വീണ്ടും വീണ്ടും വെടിവെച്ചു. ഓരോ ഷോട്ടും ലക്ഷ്യത്തിൽ തറച്ചു. തോക്ക് അതിന്റെ ശക്തി തെളിയിച്ചു. അംഗീകാരം നേടാൻ കലാഷ്നിക്കോവ് ആർമി ഓഫീസിലേക്ക് പോയി. എന്നാൽ കാവൽക്കാർ തോക്കുമായി അദ്ദേഹത്തെ കണ്ടപ്പോൾ ഒരു തീവ്രവാദിയാണെന്ന് തെറ്റിദ്ധരിച്ച് അറസ്റ്റ് ചെയ്തു.